ഹായ് ഗായ്സ്, വെൽക്കം ടു ബിസ്മി വ്ളോഗ്സ്. ഞാനിന്ന് എങ്ങോട്ടാണ് പോകണമെന്ന് നിങ്ങൾക്കറിയോ? ഇന്ന് എൻ്റെ കൂടെ വർക്ക് ചെയ്യണ മിസ്സിൻ്റെ മനസ്സമ്മതമാണ്. അപ്പോൾ നമ്മൾ മനസ്സമ്മതത്തിന് പോവാണ്. ഗുരുവായൂർ കോട്ടപ്പടിയിലാണ് ഫംഗ്ഷൻ ഉള്ളത്. അപ്പം എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു 10 മിനിറ്റിൻ്റെ വഴിയുള്ളൂ. അത് കാരണം ഞങ്ങൾ ട്രെയിനിലാണ് പോകുന്നത്. ട്രെയിൻ വന്നു. ഇന്ന് എൻ്റെ ഇവിടെ ചേച്ചിയാണുള്ളത്. ഞങ്ങൾക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യണവരാണ് ബാംഗ്ലൂർ. ട്രെയിൻ വന്ന് ഞങ്ങളിങ്ങനെ എവിടെയൊക്കെ സീറ്റില്ലെന്ന് ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. അതിൽ സീറ്റെല്ലാം കിട്ടി. വിൻഡോ സീറ്റ് ആയ കാരണം പിന്നെ പറയും വേണ്ട. ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അതുപോലെ ഞങ്ങൾ സംസാരിച്ചൊക്കെ വന്നപ്പോഴത്തേക്ക് തൃശ്ശൂർ എത്തിയായിരുന്നു. ഒരു 4 സ്റ്റേഷൻ ആകെയുള്ളൂ. വേഗത്തായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളിന്ന് കുറേ കാഴ്ചകളെല്ലാം കണ്ട് പാടെല്ലാം അങ്ങനെ കണ്ട് പിന്നെ സംസാരിച്ചൊക്കെ ഇരുന്ന് പിന്നെ ടൈം പോയത് അറിഞ്ഞില്ല. ഞങ്ങളൊരു 7:45 കയറിയ ട്രെയിനാണ്. എന്തായാലും 8:45 മുമ്പ് ഞങ്ങൾ എന്തായാലും എത്തും. ആകെ 4 സ്റ്റേഷനുള്ളൂ. തൃശ്ശൂർ കഴിഞ്ഞ് പൂങ്കുന്നം കഴിഞ്ഞു. അടുത്ത് നമ്മൾ ഗുരുവായൂരാണ് അടുത്ത സ്റ്റേഷൻ വരുന്നത്. പറഞ്ഞു കഴിയുമ്പോഴേക്കും നമ്മളിത് ഗുരുവായൂരെത്തി. അത് ഞങ്ങളവിടെ ഇറങ്ങി. ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അമ്പലത്തിൻ്റെ അതേ മോഡലിലാണ് പണിതേക്കണേ. അത് കഴിഞ്ഞ് ഞങ്ങൾ നടക്കാണ്, ബസ് കയറാൻ വേണ്ടി പോവാണ്. രാവിലെ തന്നെ ഇറങ്ങിയോണ്ട് ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ വിളിച്ചപ്പോൾ ഞങ്ങളവിടെ ഒരു ഹോട്ടലിൽ കയറിയായിരുന്നു. ഹോട്ടലിൽ കയറിയത് ലാസ്റ്റ് കുരിശയും തോന്നിയിരുന്നു. നല്ല റേറ്റ് ആയിരുന്നു. ലക്ഷറി ഹോട്ടലായിരുന്നു. പിന്നെ ഞങ്ങൾ ബസ് കയറാൻ വേണ്ടി പോവായിരുന്നു. അപ്പോൾ ആ കാണുന്ന വഴിയിലാണ് നമ്മൾ ഗുരുവായൂർ അമ്പലം ഉള്ളത്. അങ്ങോട്ടൊന്നും ഞങ്ങൾ പോയില്ല. ഞങ്ങൾ നേരെ ബസ് കയറാൻ വേണ്ടി പോവാണ്. അവിടെ കുറേ ബസ്സുകളൊക്കെ എടുക്കണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് പട്ടാമ്പി ബസ് കിട്ടിയാലാണ് ഞങ്ങൾ കോട്ടപ്പടി ഇറങ്ങാൻ പറ്റൂ. ഇപ്പോൾ നോക്കി കഴിയുമ്പോൾ ഞങ്ങൾക്ക് പിന്നെ ബസ് കിട്ടി. ബസ് കയറി ഞങ്ങളൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കോട്ടപ്പടി എത്തി. പിന്നെ കോട്ടപ്പടിയിൽ നിന്ന് ഞങ്ങൾ ഓട്ടോ വിളിച്ച് പള്ളിക്ക് പോവാണ്. പള്ളി നമ്മുടെ പള്ളിയിലെത്തിയപ്പോൾ ഞങ്ങൾ നേരത്തെ എത്തിക്കണം. അപ്പോൾ നമ്മൾ ചേച്ചിയുടെ വീട്ടിൽ പോവാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ ആളവിടെ സെറ്റായിട്ടിരിക്കുന്നുണ്ടായിരുന്നു. ആളെ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി. നല്ല സിമ്പിൾ ആൻഡ് നല്ല ലുക്കായിരുന്നു. അത് കഴിഞ്ഞ് പ്രെയർ എല്ലാം കഴിഞ്ഞ് മധുരം കൊടുക്കലെല്ലാം ചടങ്ങ് കഴിഞ്ഞ് പോവാണ് പള്ളിക്ക്. ഒരു 10 മിനിറ്റിൻ്റെ വഴിയുള്ളൂ. ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരാമെന്നുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ കോട്ടപ്പടി പള്ളി. അത് കഴിഞ്ഞ് പിന്നെ പള്ളിയിലത്തെ പ്രാർത്ഥനകളും സമ്മതം ചൊല്ലലൊക്കെ ആയിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഫോട്ടോഷൂട്ടുകളൊക്കെ ആയിരുന്നു. ഞങ്ങളും കുറേ ഫോട്ടോഷൂട്ട് എടുത്തായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ റിസപ്ഷൻ ഹാളിലെത്തി. നല്ല അടിപൊളി ഹാളായിരുന്നു. 3rd ഫ്ലോറിലായിരുന്നു പരിപാടി ഉണ്ടായിരുന്നത്. പിന്നെ ചെറിയൊരു ഫംഗ്ഷനായ കാരണം കുറച്ച് പേരുണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മുടെ മെറിൻ ചേച്ചിയാണ് ആങ്കർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആങ്കറിങ്ങൊക്കെ തകർത്തായിരുന്നു. പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോയൊക്കെ എടുത്ത് ഗ്രൂപ്പ് ഫോട്ടോയൊക്കെ എടുത്തായിരുന്നു. അതിനിടയിൽ സുമി അവിടെ സന്തോഷം കൊണ്ട് കരയായിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട്